ഇന്ത്യയിലെ ജനങ്ങളെ അകമഴിഞ്ഞ് പ്രശംസിക്കേണ്ട രീതിയിലുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുണ്ടായത്. ഇന്ത്യയെ ബാധിച്ച തണ്ടുതുരപ്പൻ, ഗാളീച്ച, കൊമ്പൻ ജെല്ലി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മമതാ ബാനർജി, പിണറായി വിജയൻ, സ്റ്റാലിൻ തുടങ്ങിയ കീടങ്ങളെ ഭരണത്തിൽ നിന്ന് ഒഴിച്ചുവിടുകയും ചിലരെ തോൽപ്പിച്ച് വീട്ടിലിരുത്തുകയും ചെയ്ത അതിഗംഭീരമായ ഒരു ജനവിധിയാണ് നമ്മൾ കണ്ടത്. ഈ പറഞ്ഞ 3 പേരുടെ പ്രത്യേകത ഇവർ രാജ്യസ്നേഹപരമായ ഒരു വാക്കുപോലും അബദ്ധത്തിൽ പോലും പറയുകയില്ല എന്നതാണ്. ഹിന്ദുക്കൾ എന്നാൽ ഇവർക്ക് വോട്ട് കിട്ടാനും പരിഹസിക്കാനുമുള്ള ഒരു ജനക്കൂട്ടം എന്ന മനോഭാവം മാത്രം. ഈ തോൽവികളുടെ പരിണതഫലം തോറ്റുതൊപ്പിയിട്ട കിഴവന്മാർക്കും കിഴവിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ബംഗാളിൽ തൃണമൂലിൻ്റെ കാലം കഴിഞ്ഞു. അവിടെ ഇനിയൊരു തൃണമൂൽ ഭരണം എന്നത് സ്വപ്നത്തിൽ മാത്രം നടക്കൂ. ആ രീതിയിൽ തൃണമൂൽ കോൺഗ്രസ് പൊളിഞ്ഞ് തകർന്നു വീണു. മെഹുവ മൈത്രയെ പോലുള്ള വായെടുത്താൽ BJPയെയും നരേന്ദ്രമോദിയെയും കുറ്റം പറഞ്ഞു നടന്നിരുന്ന തൃണമൂലുകാരിയൊക്കെ BJPയിലേക്ക് ഒരു എൻട്രി കിട്ടാനായി പഴയകാല ഇമോഷണൽ കഥകൾ ഇപ്പോൾ അയവിറക്കുകയാണ്. പിണറായി വിജയന്റെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. നേരെ ചൊവ്വേ ഒരു കാര്യം പറയാനറിയാത്ത അങ്ങേരി വയസ്സാങ്കാലത്ത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി വന്നിരുന്ന് മുഖ്യമന്ത്രി VD സതീശനിൽ നിന്ന് നിരന്തരം അലക്ക് വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അടുത്ത ഒരു ഭരണം സ്വപ്നം കണ്ടിട്ടാണോ ഈ സാമ്പാർ കിടന്ന് തിളയ്ക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അങ്ങേരോട് അടങ്ങാത്ത സഹതാപമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷമോ ഇനിയൊരിക്കലും കേരളം ഭരിക്കാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം ഈ വാർദ്ധക്യത്തിലും അങ്ങേർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നതാണ് സങ്കടം. തമ്മിൽ ഭേദം സ്റ്റാലിൻ്റെ കാര്യമാണ്. അങ്ങേരുടെ പാർട്ടി മറ്റു 2 പാർട്ടികൾ പോലെ പാടെ തകർന്നിട്ടില്ല. അയാളുടെ മകനു കൂടി ചിലപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ചാൻസ് ലഭിച്ചേക്കാം. ഒരുപക്ഷെ DMK മുന്നണി NDAയുടെ ഘടകകക്ഷിയാകുന്ന കാലം വിദൂരമല്ല എന്നാണ് തോന്നുന്നത്. ലോകവ്യാപകമായുള്ള ഇസ്ലാമിസ്റ്റ് ഭീഷണികളെ ഇന്ത്യയിലെ ജനങ്ങൾ ഗൗരവത്തോടെ കാണുന്നു. ഇന്ത്യയിൽ ജീവിക്കുന്ന പാകിസ്ഥാൻ മനസ്സുള്ള ഇസ്ലാമിസ്റ്റുകളെ അവർ മാധ്യമ വാർത്തകളുടെ കമന്റ് ലൈനുകളിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. സംഘികളുടെ കയ്യിൽ നിന്ന് കേന്ദ്രഭരണം പോയാൽ ഞങ്ങളുടെ കാര്യം പോക്കാണെന്ന് ഒരുവിധം ബുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്, തൃണമൂൽ ഹിന്ദുക്കൾക്കൊക്കെ ഗൗരവമായി അറിയാവുന്ന കാര്യമാണ്. അഖിലേഷിന്റെ പാർട്ടിയും ഉദ്ധവന്റെ പാർട്ടിയും പൊട്ടിപ്പിളരുന്നു. അതായത് BJP NDA ഇനിയും ഒരു 10-20 കൊല്ലം കൂടെ ഇന്ത്യ അടക്കി ഭരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇസ്ലാമിസ്റ്റുകൾ ലോകവ്യാപകമായി നടത്തുന്ന തെണ്ടിത്തരങ്ങൾ തുടരുകയും സോഷ്യൽ മീഡിയ ശക്തമായി നിലനിൽക്കുകയും ചെയ്താൽ ചിലപ്പോൾ ആ ഭരണം BJP 50 വർഷം വരെ നീട്ടിയേക്കാം. അങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്. സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്നാണ് ഭഗവത്ഗീത പറയുന്നത്.